ഭാഗമായിട്ടുള്ള മാജിക് പ്രോഗ്രാം എന്നറിയാമോ? ഓണാഘോഷം. ഓണാഘോഷം. എന്തിന്റെ ഓണാഘോഷമാണ്? ഓണാഘോഷമാണ്. ഓക്കെ. പക്ഷെ ഈ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത് ആരാണ്? ഓക്കെ, ബിഗ് ബോസ് സാർ സംഘടിപ്പിക്കുന്ന ഈ ഓണാഘോഷ പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള മാജിക് പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാജിക്കിന് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓക്കെ, ഈ ഒരു വണ്ടി കാർഡുണ്ട്, അതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഷീറ്റിനെ പുറത്തേക്ക് എടുക്കാം. എന്റെ ഷീറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, സാധാ കാർഡ് തന്നെയാണെന്നുള്ള ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം അത് നന്നായി ഷഫിൾ ചെയ്യാം. ഓക്കെ. അപ്പം ഈ മാജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതൊക്കെ പ്രവചിക്കാറുണ്ട് അല്ലേ? നമ്മളെല്ലാവരും അറിയുന്നതാണ് പ്രവചിക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ആഷിക്ക് അല്പസമയം കഴിഞ്ഞാൽ ഈ 3 ബണ്ടിൽ കാർഡിൽ നിന്നും ഒരു കാർഡ് ആഷിക്കിനോട് എടുക്കാൻ പറയും. അത് ഏത് കാർഡാണോ എന്നുള്ളത് ഞാൻ മുൻകൂട്ടി ആഷിക്കിന്റെ മുഖം നോക്കിക്കൊണ്ട് അതേതാ കാർഡ് എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം നമ്മുടെ മുഖഭാവങ്ങൾ പല ഭാവങ്ങളായിരിക്കും അല്ലേ? ചില ആളുകളുടെ മുഖത്ത് വളരെ സന്തോഷം ഉണ്ടാവും, ചിരിച്ചുകൊണ്ടുണ്ടാവും, പക്ഷെങ്കിൽ അയാളുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ ഉണ്ടാവും. അത് നമുക്കറിയാൻ പറ്റില്ല. അതേപോലെ ആഷിക്കിന്റെ മുഖത്ത് തെളിയുന്നത് ഏത് കാർഡാണെന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല, ആഷിക്ക് പറയാൻ പാടില്ല. എങ്കിലും ആഷിക്ക് അറിയാതെ അത് ഏതാ കാർഡ് എന്നുള്ളത് ഞാൻ മുൻകൂട്ടി ഇവിടെ രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ആഷിക്ക് ആ കാർഡ് നന്നായി ഷഫിൾ ചെയ്തു. നല്ല ഷഫിൾ മ്യൂസിക് വിത്ത് ആഷിക്. ഓക്കെ, ആഷിക്ക് ഷഫിൾ ചെയ്ത കാർഡ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പെന്ന്, സാധാ പെന്നാണെന്നുള്ളത് ചെക്ക് ചെയ്തോ. ഒരു വൈറ്റ് പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യും. ഇതിനടിയിൽ വയ്ക്കും. ഇനി ആഷിക്ക് അതിൽ ഒന്ന് ഒപ്പിടാം. ഈ പേപ്പർ മാറാതിരിക്കാൻ വേണ്ടി അതിലൊന്ന് ഒപ്പിടാം. ഇനി ആഷിക്ക് ഏത് കാർഡാണോ, ഞാൻ അല്പസമയം കഴിഞ്ഞാൽ ഇതിൽ ഇഷ്ടമുള്ള ഒരു കാർഡ് എടുക്കാൻ പറയും. അത് ഏത് കാർഡാണെന്നുള്ളത് ഞാൻ ആഷിക്കിന്റെ മുഖം നോക്കിയിട്ട് ഇതിലേക്ക് എഴുതാൻ വേണ്ടി പോവുകയാണ്. അത് പൂർണ്ണമായിട്ട് ശരിയായിക്കൊള്ളുന്നില്ല, കാരണം ആഷിക്കിന്റെ മുഖം ഭാവം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ആഷിക്കിനെ ഇവിടുന്ന് ഇപ്പം വിളിച്ച സമയത്ത് കാര്യം വന്ന ഒരാളാണ്. അപ്പം ആഷിക്ക് ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുത്തത്. ഓക്കെ, ആഷിക്ക് കാര്യം ചെയ്യാം. ആഷിക്കിന്റെ കണ്ണുകളിലേക്ക് നോക്കി ചിരി വരും. ഓക്കെ, കുഴപ്പമില്ല. കംപ്ലീറ്റ് ഇപ്പം പ്രോഗ്രാം കഴിയുന്നവരെ ചിരിച്ചുകൊണ്ട് നിന്നോളൂ. ശരി, ഏതെങ്കിലും ഒരു കളറ്, ആ 3 ബണ്ടിൽ കാർഡില്ലേ, അതിലുള്ള ഏതെങ്കിലും ഒരു കളറ്, ഇപ്പം ബ്ലാക്ക് ഉണ്ട്, റെഡ്, അതിൽ ഇഷ്ടമുള്ള ഒരു കളർ മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, റെഡി? ആ കളർ വിചാരിച്ച് എൻ്റെ കണ്ണിലേക്ക് നോക്കും. റെഡി? അത് ഏതാ കളർ എന്നുള്ള കാര്യത്തിൽ രേഖപ്പെടുത്താൻ പോവുകയാണ്. ഓക്കെ, ഇനി കാർഡിൽ ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. അതിൽ ഏത് ചിഹ്നമാണോ എടുക്കാൻ പോകുന്നുള്ളതൊന്നും മനസ്സിൽ സങ്കല്പിക്കും. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കും. റെഡി? ജോക്കർ എടുക്കാൻ പറ്റില്ല. അതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ അല്പസമയം കഴിഞ്ഞാൽ ഏത് കാർഡാണോ ചിഹ്നം, ഏതെങ്കിലും ഒരു ചിഹ്നം ഓർക്കുക. നിങ്ങൾ ഏത് കാർഡാണോ അല്പസമയം കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും ഇപ്പോൾ അറിയാൻ പറ്റില്ല. അതിൽ നിന്ന് ഏതാ കാർഡ് എടുക്കുന്നത് നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റില്ല, കാരണം ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഇവിടെ രേഖപ്പെടുത്താൻ നോക്കുന്നത്. റെഡി? നോക്കാം ഏത് കളറാണെന്നുള്ള ഞാൻ ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അത് ഏത് ചിഹ്നമാണെന്നുള്ളതാണ്. അതിനുള്ള ഏത് ചിഹ്നമാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നുള്ളത് ശ്രമിക്കാം. ഓക്കെ, ഓക്കെ. ഇനി ലാസ്റ്റ് അതിന്റെ നിറം എഴുതി കഴിഞ്ഞ് അതിന്റെ ചിഹ്നം എഴുതി കഴിഞ്ഞ് ഇനി അതിലുള്ള നമ്പറോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സോ ആണ്. അതിൽ ഏതാണെന്നുള്ളത് നോക്കാം. എന്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കാം. റെഡി? പേടിക്കണ്ട. എഴുതി ഞങ്ങൾക്ക് കാണിച്ചു തരുമോ?
ഇത്രയും കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് പോക്കറ്റിലേക്ക് ഇടും. നന്നായിട്ട് കിടന്നോ? ഓക്കെ. അപ്പം എനിക്കറിയില്ല ഏത് കാർഡാണ് എടുക്കാൻ പോകുന്നുള്ളതുള്ള ഏത് നമ്പർ, കളർ, ഇതൊക്കെ താങ്കൾ ചെയ്ത ഒപ്പ് വരെ ആ പേപ്പറിലുണ്ട്. ഇതിൽ ഒരുപാട് നമ്പേഴ്സുകളുണ്ട്. എന്താ ചെയ്യേണ്ടത് ചെയ്താൽ ഞാൻ ഈ കാർഡ് ഇങ്ങനെ ഷഫിൾ ചെയ്യും. അപ്പം ഇഷ്ടമുള്ള ഒരു കാർഡ് എത്തുമ്പോൾ സ്റ്റോപ്പ് പറയും. റെഡി? കുറെ കാർഡ് വെച്ചത് സ്റ്റോപ്പ് പറയും. സ്റ്റോപ്പ്. അപ്പോൾ ആ കാർഡ് ഏതാന്ന് നോക്കാം. കാർഡ് എടുക്കുന്ന സമയത്ത് എന്നെ കാണിക്കാൻ പാടില്ല. കാണിച്ചാലും കുഴപ്പമില്ല, ഞാൻ മുന്നേ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്ന് എല്ലാവരും കാണിച്ചു കൊടുക്കും. എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കും. ഏതാണ് കാർഡ്? അതിന്റെ കാർഡ് കണ്ടോ? 5 ഹേർട്സ് റെഡ്. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ് ഇതിൽ ബാക്കിയുള്ള കാർഡായിരിക്കും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഒരുപാട് നമ്പറുകളുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്പർ ഓർമ്മയുണ്ടല്ലേ? നമ്പർ 5 ഹാർട്സ് റെഡ്. പിന്നെ ആ പേപ്പർ പുറത്തേക്ക് എടുക്കുക. ഓപ്പൺ ചെയ്യും. ആദ്യം നോക്കുക, ഒപ്പ് താങ്കളിട്ട ഒപ്പ് തന്നെയാണ് അതിലുള്ളത്. ഓക്കെ. അതിൽ എഴുതിയ നിറം ഏതാണ്? നിറം ചുവപ്പ്. അതിന് ശരിയാണ്. ഇനി ഇതിന്റെ ചിഹ്നം റെഡിയാണ്. ഇനി നമ്പർ 5 ഇതേ കാരണം. ഓക്കെ, താങ്ക് യു. എന്തായാലും നല്ലൊരു മനസ്സുള്ള ആളാണ്. നല്ല ഇതേപോലെ മുന്നോട്ട് പോകും. താങ്ക് യു, വെൽക്കം. ഇയാൾക്ക് വേണ്ടി നല്ലൊരു കൈയടി.